നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വിഷയം മരിച്ചവരെ സ്വപ്നം കണ്ടാൽ അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മരിച്ചുപോയവരെ സ്വപ്നം കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. വളരെ ചുരുക്കം ചിലർ മാത്രമാണ് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാത്തതായിട്ടുള്ളത്. ഏതാണ്ട് നല്ലൊരു ശതമാനം, അതായത് 75%-ലധികം ആളുകളും സ്വപ്നങ്ങൾ കാണാറുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അത്തരത്തിൽ സ്വപ്നങ്ങൾ കാണാത്തതായിട്ടുമുള്ള ആൾക്കാരുണ്ട്. അത് വളരെ ചുരുക്കമാണ് എന്ന് മാത്രം. പലരും സ്വപ്നങ്ങൾ കണ്ടിട്ട് അത് പിറ്റേ ദിവസം ഓർക്കുന്ന അവസ്ഥയുണ്ടാകും. സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകാം ഒരുപക്ഷെ എല്ലാവരും, പക്ഷെ അവരൊന്നും അത് പിന്നീട് ഓർക്കണമെന്നില്ല. അത്തരത്തിൽ എന്നെ സംബന്ധിച്ചും സ്വപ്നങ്ങൾ കാണുന്നതായിട്ട് എനിക്ക് യാതൊരു അറിവുമില്ല. സ്വപ്നങ്ങൾ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. വളരെ അപൂർവമായിട്ടാണ് അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുക. മരിച്ചവരെ സ്വപ്നം കാണുക എന്നത് പലർക്കും ഒരു ഭയപ്പാടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടത്, എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ട്. അത്തരത്തിൽ സ്വപ്നം കാണുന്നത് പലർക്കും ഒരു ഭയപ്പാടാണ്. എന്താണ് അതിന്റെ ദോഷം എന്നൊക്കെയുള്ളത്. അങ്ങനെയുള്ള മരിച്ചവരെ സ്വപ്നം കണ്ടാലുള്ള ചില ഫലങ്ങളെ, അതിന്റെ കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മരണപ്പെട്ട വ്യക്തികളെ, നമ്മളോട് ഏറ്റവും അടുത്ത വ്യക്തികളെയും സുഹൃത്തുക്കളെയും ഒക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണാറുണ്ട്. മുത്തച്ഛൻ, മുത്തശ്ശി തുടങ്ങിയവരെയൊക്കെ സ്വപ്നത്തിൽ കാണുന്നവർ, സ്ഥിരമായിട്ട് കാണുന്നവരുമുണ്ട് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ സ്വപ്നം കാണുന്നതിന് കൃത്യമായിട്ട് അർത്ഥങ്ങൾ സ്വപ്നശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഓരോരോ ശാസ്ത്രങ്ങളും വളരെ കൃത്യമായിട്ട് പൂർവികർ അതിന്റെ ഫലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മരിച്ചവരെ സ്വപ്നം കാണുന്നത്, അവരെ ഏത് അവസരത്തിലാണ് സ്വപ്നം കാണുന്നത് എന്നതിനെ ആശ്രയിച്ച് അതിന്റെ ഫലങ്ങൾ വ്യത്യസ്തമാണ്. പൂർവികരെ സ്വപ്നം കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ചില സംഭവങ്ങളുടെ സൂചനയാണ് എന്നാണ് സ്വപ്നശാസ്ത്രം പറയുന്നത്. പൂർവികരെ, അതായത് മരിച്ചവരെ അടിക്കടി സ്വപ്നം കാണുന്നതെങ്കിൽ അവർക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടാകും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അവരുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താനുള്ള കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് വിശ്വാസം. പൂർവികരെ സന്തോഷിച്ച അവസ്ഥയിലാണ് കാണുന്നതെങ്കിൽ, സന്തോഷിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ ചെയ്ത ശ്രാദ്ധകർമ്മങ്ങളും അത്തരത്തിലുള്ള പൂർവിക സ്മരണകളും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടുവെന്നും അവർ സ്വീകരിച്ചുവെന്നുമാണ് അതിന്റെ അർത്ഥം. അതായത് പൊതുവെ ശാന്തമായ ഭാവത്തിലാണ് കാണുന്നതെങ്കിൽ അവർ സന്തുഷ്ടരാണ് എന്നാണ് അർത്ഥം. അതിനോടനുബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്നാണ് അതിന്റെ സൂചന. സ്വപ്നത്തിൽ മരണപ്പെട്ട വ്യക്തി നിങ്ങളോട് അടുപ്പം കാണിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുവെങ്കിൽ കുടുംബത്തോടൊപ്പം ഇപ്പോഴും ആ ആത്മാവുണ്ട്, അല്ലെങ്കിൽ വിട്ടകലാനുള്ള വിഷമമുണ്ട് എന്നുള്ള സൂചനയാണ് അത് കാണിക്കുന്നത്. അങ്ങനെ സ്വപ്നം കാണുന്നവർ പൂർവികരുടെ, ആ മരണപ്പെട്ട വ്യക്തിയുടെ ആത്മശാന്തിക്കായിട്ട് ഉചിതമായിട്ടുള്ള അവരവരുടെ രീതിക്കനുസരിച്ചുള്ള പിതൃശാന്തി പൂജകൾ ചെയ്യേണ്ടതാണ്. പൂർവികർ, അതായത് മരണപ്പെട്ട വ്യക്തി നിങ്ങൾക്ക് നേരെ കൈ നീട്ടുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷമാവസ്ഥകളിൽ അവർക്ക് ദുഃഖമുണ്ടെന്നും അവർ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് അതിന്റെ സൂചന. ഒരുപക്ഷെ അവരുടെ ആത്മാവ് അസ്വസ്ഥമാണ് എന്നും അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പിതൃക്കൾ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും പഴമക്കാർ പറയുന്നുണ്ട്. പൂർവികർ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ദാനധർമ്മങ്ങൾ ഉടൻ തന്നെ ചെയ്യണമെന്നാണ് അതിന്റെ സൂചന. മരണപ്പെട്ട വ്യക്തികൾ, നമ്മുടെ പൂർവികരായിട്ടുള്ള ഒരു വ്യക്തി സ്വപ്നത്തിൽ നമ്മുടെ തലയ്ക്കടുത്തായിട്ട് നിൽക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉടനെ പരിഹരിക്കപ്പെടുമെന്നാണ് അതിന്റെ സൂചന. അതേസമയം പാദത്തിനോട് ചേർന്നാണ് മരണപ്പെട്ട വ്യക്തി നിൽക്കുന്നത് എങ്കിൽ, സ്വപ്നത്തിൽ അത്തരത്തിൽ കാണുകയാണെങ്കിൽ ജീവിതത്തിൽ അശുഭകരമായിട്ടുള്ള എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് പറയുന്നത്. വീടിന്റെ തെക്കേ മൂലയിൽ പൂർവികർ, അതായത് മരണപ്പെട്ട വ്യക്തി നിൽക്കുന്നതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കുകയും ശത്രുക്കൾ നിങ്ങളെ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതുമാണ് എന്നാണ് സൂചന. വീടിന്റെ പടിഞ്ഞാറേ ഭാഗത്താണ് പൂർവികർ നിൽക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നാണ് വിശ്വാസം. വടക്കേ മൂലയിലാണ് പൂർവികർ നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ യാത്രയ്ക്കിടെ നിങ്ങളുടെ സാധന സാമഗ്രികൾ മോഷണം പോകാനുള്ള സാഹചര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കിഴക്കേ മൂലയിലാണ് പൂർവികർ നിൽക്കുന്ന സ്വപ്നം കാണുന്നതെങ്കിൽ അത് ദൈവകോപത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിനെല്ലാം പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. പൂർവിക വ്യക്തി, മരണപ്പെട്ട ആള് നമ്മളുടെ സ്വപ്നത്തിൽ നമ്മളോടൊപ്പം നടക്കുന്നതായിട്ടാണ് നാം സ്വപ്നം കാണുന്നതെങ്കിൽ കുടുംബത്തിൽ കലഹമുണ്ടാകാനും പൂർവിക സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും വഴക്കുകളും കേസുകൾ പോലും ഉണ്ടാകാനുള്ള സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്.
ഇത്തരത്തിൽ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ട നിരവധി രീതിയിൽ സ്വപ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ആ സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. നമുക്കതിന്റെ ഉത്തരം തേടാനായിട്ട് ശ്രമിക്കാം. ഇതെല്ലാം കേട്ടുകേൾവിയുടെയും അപൂർവം ചില ചെറിയ ചെറിയ ഗ്രന്ഥത്തിലുള്ള പ്രതിപാദ്യങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞത്. ഇതിനൊക്കെ എത്രമാത്രം വിശ്വാസ്യതയും അല്ലെങ്കിൽ ആധികാരികതയും ഉണ്ടെന്ന് അറിയില്ല. പൂർവികർ പറഞ്ഞു വന്ന പഴമൊഴിയിൽ നിന്നാണ് ഇതെല്ലാം ശേഖരിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ പ്രതിപാദിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള തലത്തിലാണ് പൂർവികരെ സ്വപ്നം കണ്ടതെങ്കിൽ അത് കമന്റായിട്ട് അറിയിക്കുക. നമുക്ക് ആ വിഷയത്തെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.